ഹലോ എവരിവൺ, ഈ സീരീസ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോകൾക്ക് നല്ലൊരു അടിപൊളി HD തംബ്നെയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോകൾ കൂടുതൽ പേർ ശ്രദ്ധിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മുടെ വീഡിയോകൾക്ക് നല്ലൊരു HD ക്വാളിറ്റിയിൽ തംബ്നെയിൽ നിർമ്മിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. അതിനായിട്ട് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് രണ്ട് ആപ്ലിക്കേഷനുകളാണ്. രണ്ട് ആപ്ലിക്കേഷനുകളും നമുക്ക് വളരെ ഈസി ആയിട്ട് നല്ല അടിപൊളി തംബ്നെയിൽ നിർമ്മിക്കാൻ പറ്റുന്നവയാണ്. വീഡിയോ മുഴുവനായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല തംബ്നെയിൽ നിർമ്മിക്കാനുള്ള എല്ലാ ഓപ്ഷനുകളും ആ രണ്ട് ആപ്ലിക്കേഷനുകളിലും എങ്ങനെ ഉപയോഗിക്കാം എന്ന് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഞാനിനി സ്ക്രീൻ റെക്കോർഡറിൽ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. എങ്ങനെയാണ് തംബ്നെയിൽ നിർമ്മിക്കുന്നത്, അതിൻ്റെ ഫോട്ടോ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള ഇത് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ആ ബെൽ ബട്ടണും ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. നമ്മുടെ തംബ്നെയിലിന് വേണ്ട ഫോട്ടോ സെറ്റ് ചെയ്യാനായിട്ട്, ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കാനായിട്ട് നമുക്ക് BG റിമൂവർ എന്ന ഒരു സൈറ്റ് നമ്മുടെ ഗൂഗിൾ ക്രോമിൽ നിന്നും ഓപ്പൺ ചെയ്യണം. ഇപ്പോൾ ഫസ്റ്റിൽ കാണുന്ന remove.bg എന്ന് പറഞ്ഞ സൈറ്റാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ അപ്ലോഡ് ഇമേജ് എന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ നമ്മുടെ ഗ്യാലറിയിലേക്കായിരിക്കും വരിക. അതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഫോട്ടോ റെഡി ആയിട്ടുണ്ട്. ഡൗൺലോഡ് എന്ന ഓപ്ഷൻ കൊടുത്താൽ നമ്മുടെ ഗ്യാലറിയിലേക്ക് ഈ ഫോട്ടോ ഡൗൺലോഡ് ആവുന്നതായിരിക്കും. ഇതൊരു PNG ഫോർമാറ്റിലുള്ള ഫോട്ടോ ആണ്. ഇനി ആദ്യമായിട്ട് ഞാൻ തംബ്നെയിൽ നിർമ്മിക്കുന്നത് തംബ്നെയിൽ മേക്കർ എന്ന ഒരു ആപ്ലിക്കേഷനിലാണ്. ഈ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ കുറേ റേഷ്യോകൾ കാണാം. സൈസ് ഫോർ വാട്ട്പാഡ് കവേഴ്സ്, സൈസ് ഫോർ FB എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ നിന്നും നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് സൈസ് ഫോർ യൂട്യൂബ് ആണ്. അതിൽ തന്നെ തംബ്നെയിൽ എന്ന ഒരു സൈസാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. റേഷ്യോ സെലക്ട് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ ബാക്ക്ഗ്രൗണ്ടുകൾ കാണാം. നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്നും ഒരു കസ്റ്റം ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കാവുന്നതാണ്. ഞാൻ ഇതിൽ നിന്നും ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി താഴെ കാണുന്ന ഇമേജ് സെലക്ട് ചെയ്ത് നമ്മൾ നിർമ്മിച്ച ഫോട്ടോ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. നമ്മൾ നിർമ്മിച്ച PNG ഇമേജ് ഇതുപോലെ മാക്സിമം ക്രോപ്പ് ചെയ്തുകൊണ്ട് ഇതിലേക്ക് എക്സ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ഫോട്ടോ എക്സ്പോർട്ട് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൽ സൈസ് ഒപ്പിച്ച് വെക്കാം. ഇനി താഴെ കാണുന്ന ടെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ടെക്സ്റ്റ് ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള സൈസിൽ നമുക്ക് സെറ്റ് ചെയ്തു വെക്കാം. അതിനുശേഷം ഈ ടെക്സ്റ്റിൻ്റെ കളറുകളും ഫോണ്ടുകളും താഴെ നിന്നും സെലക്ട് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒട്ടനവധി കളർ കോമ്പിനേഷനുകളും അതുപോലെ ഒരുപാട് ഫോണ്ടുകളും ഇവിടെ നിന്നും നമുക്ക് ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ തംബ്നെയിലിലെ എഴുത്തുകൾ നമുക്ക് അതിമനോഹരമാക്കിയിട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഞാൻ ഇതിനൊരു ഔട്ട്ലൈൻ കൊടുക്കുകയാണ്. ഔട്ട്ലൈൻ വേറൊരു കളറിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ ബാക്കിയുള്ള ടെക്സ്റ്റുകളും ഞാൻ ഇവിടെ നിർമ്മിക്കുകയാണ്. താഴെയുള്ള എഫക്റ്റ് എന്ന ഓപ്ഷനിൽ പോയാൽ നമുക്ക് നമ്മുടെ തംബ്നെയിലിന് ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റുകൾ കൊടുക്കാൻ സാധിക്കും. ഇത് തംബ്നെയിലിനെ അതിമനോഹരമാക്കും. രണ്ടാമതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പിക്സൽ ലാബ് എന്നുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഓപ്പൺ ചെയ്തിട്ട് മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ഇമേജ് സൈസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആസ്പെക്ട് റേഷ്യോയിൽ യൂട്യൂബ് തംബ്നെയിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഈ ന്യൂ ടെക്സ്റ്റ് നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് മുകളിലുള്ള ഡിലീറ്റ് ബട്ടണിൽ അമർത്തി ഇത് ഡിലീറ്റ് ചെയ്യാം. ഇനി നമുക്ക് മുകളിൽ കാണുന്ന പ്ലസ് ബട്ടണിൽ അമർത്തി നമ്മുടെ ഇമേജ് ഇതിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ഫ്രം ഗ്യാലറി എന്ന ഓപ്ഷനിൽ നിന്നും ഇമേജ് ഇതിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എൻ്റെ ഒരു PNG ഇമേജ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഇമേജ് നമുക്ക് സൈസ് കറക്റ്റ് ആക്കിക്കൊണ്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ഇനി താഴെ കാണുന്ന എഡിറ്റ് ഓപ്ഷനിൽ നിന്നും ഇതിനു വേണ്ട ഷാഡോസ് ഞാൻ സെലക്ട് ചെയ്യുകയാണ്.
അതിനുശേഷം ഇതിൻ്റെ റേഡിയസ് ഓഫ്സെറ്റും ഒക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഷാഡോ ഏത് കളറിൽ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ബ്രൈറ്റ്നസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ട ടെക്സ്റ്റ് ഞാൻ താഴെ നിന്നും ടെക്സ്റ്റ് എന്ന ബട്ടണിൽ അമർത്തി ആഡ് ചെയ്യുകയാണ്. ഇനി ടെക്സ്റ്റ് ബോക്സിൽ ഞാനൊരു ടെക്സ്റ്റ് കൊടുക്കുന്നുണ്ട്. ടെക്സ്റ്റിന് വേണ്ട കളർ, അതുപോലെ തന്നെ സൈസ്, ബാക്ക്ഗ്രൗണ്ട് എല്ലാം താഴെ എഡിറ്റിംഗ് ഓപ്ഷനിൽ ലഭ്യമാണ്. ഇതിൻ്റെ കളറിംഗ് തന്നെ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ സാധിക്കും. പെർമനൻറ്റ് കളറായിട്ടും ചെയ്യാൻ സാധിക്കും, അതുപോലെ ഗ്രേഡിയൻറ്റ് കളറായിട്ടും ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ കസ്റ്റം കളറും നമുക്കിതിൽ നിന്നും സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഈ ടെക്സ്റ്റിനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ സെറ്റ് ചെയ്യുകയാണ്. ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഗ്രേഡിയൻറ്റ് കളറായിട്ടും പെർമനൻറ്റ് കളറായിട്ടും നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അടുത്തതായിട്ട് നമ്മുടെ എഴുത്തിന് ഷാഡോ കൊടുക്കുന്നത് എങ്ങനെയെന്ന് കാണുക. ഇതുപോലെ തന്നെ ഞാൻ അടുത്ത ടെക്സ്റ്റും കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഫോണ്ടുകളും ലഭ്യമാണ്. ഇനി മുകളിൽ കാണുന്ന സേവ് ബട്ടൺ അമർത്തിക്കൊണ്ട് സേവ് ടു ഗാലറി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി തംബ്നെയിൽ ഇവിടെ റെഡിയായി.